ഹായ് എല്ലാവർക്കും അക്ഷയ മലയാളി ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഞാൻ ഗ്രീഷ്മ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളും അപേക്ഷാ ഫോമും പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്നും ഫിൽ ചെയ്ത ഫോം നമ്മൾ എവിടെയാണ് സമർപ്പിക്കേണ്ടത് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുടനീളം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലുടനീളം അപ്ലോഡ് ചെയ്യുന്നത്. ആയതിനാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ എന്താണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL കാർഡുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇത് വീട്ടമ്മ പെൻഷൻ എന്നും അറിയപ്പെടുന്നു. ഈ അപേക്ഷാ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം. പ്രായം തെളിയിക്കുന്ന രേഖ ഇവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഏതെങ്കിലും ഒരു രേഖ. ഈ മുകളിൽ പറയപ്പെടുന്ന രേഖകൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് രേഖകൾ ഇല്ലെന്ന സ്വയം സാക്ഷ്യപത്രവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് റേഷൻ കാർഡ് പകർപ്പ്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ കാർഡിനോ അല്ലെങ്കിൽ പിങ്ക് കാർഡിനോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ 2 കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നീലക്കാർഡോ വെള്ളക്കാർഡോ അല്ലെങ്കിൽ ഈ കാർഡിൽ നിന്ന് നീലയിലോട്ടോ വെള്ളയിലോട്ടോ മാറ്റപ്പെടുന്നവർക്കും സമർപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. അടുത്തതായിട്ട് ഇതിൽ സമർപ്പിക്കേണ്ട രേഖ: ആധാർ കാർഡിൻ്റെ പകർപ്പ് സമർപ്പിക്കുക, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ട്രാൻസ് വുമൺ ആണെങ്കിൽ അതായത് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് നിങ്ങളവിടെ സമർപ്പിക്കേണ്ടത് ആയിട്ടുള്ള രേഖകൾ. അതുപോലെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സർവീസ് പെൻഷൻ, കുടുംബ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ, ഇതിലേതെങ്കിലും ഒന്ന്, EPF പെൻഷൻ തുടങ്ങിയ ഏതെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. കൂടാതെ ഈ പെൻഷൻ അപേക്ഷിക്കുന്നയാൾ കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കുന്ന ആളായിരിക്കണം. കൂടാതെ കേരളത്തിൽ നിന്ന് താമസം മാറിപ്പോകുകയോ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമോ താൽക്കാലികമായ ജോലി കിട്ടുകയോ ചെയ്താൽ തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പെൻഷൻ കിട്ടാൻ തടസ്സമായി പറയുന്നില്ല. നിലവിലെ റേഷൻ കാർഡ് നീല വെള്ളയായി തരമാറ്റപ്പെട്ടാലും പെൻഷൻ അർഹത ഇല്ലാതാകും. കൂടാതെ 1 മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആയാലും അർഹത നഷ്ടപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈൻ ഫോം പരിശോധിച്ച് നോക്കാം. ഈ ഫോം അത് തദ്ദേശ സെക്രട്ടറിക്കാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം അവിടെ ഇപ്പോൾ സ്വീകരിക്കില്ല എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും നിങ്ങൾ നേരത്തെ ഇത് ഫോം ഫില്ല് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടാതെ അക്ഷയ സ്ഥാപനങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് സമയത്ത് നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതുമാണ്. നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ട ഫോം നിങ്ങൾക്ക് LSGD എന്ന് പറയുന്ന ഇവിടെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കും. ഈ കാണുന്നതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോം. ഇവിടെ മുകളിലായിട്ട് ഗ്രാമപഞ്ചായത്ത് നഗരസഭ ഏതാണെന്ന് നോക്കി അവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. താഴോട്ട് വരുമ്പോൾ ഒന്നാമത്തേതിൽ അപേക്ഷകയുടെ പേര് അവിടെ കൊടുക്കുക, വീട്ടുപേര് കൊടുക്കുക, പോസ്റ്റ് ഓഫീസ് ഏതാണ് അത് ഇവിടെ എഴുതി കൊടുക്കുക, പിൻകോഡ് എഴുതുക, വാർഡ് നമ്പർ, വീടിൻ്റെ നമ്പർ, മൊബൈൽ നമ്പർ, നിലവിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക, വയസ്സ്, ജനന തീയതി തുടങ്ങിയവ കൊടുക്കുക, ജെൻഡർ ഏതാണ്, സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവിടെ ടിക്ക് ചെയ്താണ് കൊടുക്കേണ്ടത്, റേഷൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. 12ാമത്തേതിൽ വരുമ്പോൾ റേഷൻ കാർഡ് തരം മഞ്ഞ കാർഡാണോ അതോ റോസ് കാർഡാണോ ഏതാണെന്നാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇവിടെ താഴെ 13ാമത്തേതിൽ നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താവാണോ എന്ന ബോക്സിൽ നിങ്ങൾ അതേ ആണെങ്കിൽ അതേന്ന് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. 14ാമത്തേതിൽ ഗുണഭോക്താവാണെങ്കിൽ വിശദ വിവരം അവിടെ കൊടുക്കേണ്ടതാണ്.
ഇവിടെ 15-ാമത്തേതിൽ കേരളത്തിൽ എത്ര വർഷമായി സ്ഥിര താമസമാണെന്നുള്ളത് അവിടെ എഴുതി ചേർക്കുക. അടുത്തതായിട്ട് ബാങ്ക് ഏത് ബാങ്കാണെന്ന് കൊടുക്കുക. ഉദാഹരണത്തിന് കാനറയാണെങ്കിൽ കാനറ എന്ന് കൊടുക്കുക. ശാഖ ഏത്, കാരക്കോണം, കുന്നത്തുകാൽ ഏതാണ് നിങ്ങളത് അവിടെ അത് കൊടുക്കുക. ബാങ്ക് IFSC കോഡ് ഇവിടെ എഴുതി ചേർക്കുക. അടുത്തതായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റുകൂടാതെ എഴുതി ചേർക്കുക. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ സത്യപ്രസ്താവന എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ വായിച്ചു നോക്കുക. മേൽ പ്രസ്താവിച്ച വിവരങ്ങളെല്ലാം എൻ്റെ അറിവിലും ബോധത്തിലും കൃത്യമാണെന്നുള്ള ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ ഞാൻ ഉൾപ്പെടുന്നതും നിലവിൽ സംസ്ഥാനത്ത് നടത്തിവരുന്ന യാതൊരു സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഞാൻ ഗുണഭോക്താവ് അല്ലെന്നും കേരളത്തിൽ സ്ഥിരതാമസക്കാരിയാണെന്നും കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമല്ലെങ്കിൽ കരാർ നിയമനം ലഭിച്ചിട്ടില്ലെന്നതുമാണ് സത്യപ്രസ്താവന ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇവിടെ താഴേക്ക് വരുമ്പോൾ സ്ഥലം ഏതാണെന്ന് നോക്കി അവിടെ എഴുതി കൊടുക്കുക. തീയതി എഴുതുക, നിങ്ങളുടെ ഒപ്പ്, പേര് എന്നിവ ഇടുക. ഇതോടുകൂടി നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സത്യപ്രസ്താവനയിൽ ഏതെങ്കിലും നിങ്ങൾ തെറ്റ്, അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അർഹത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ പലിശയോടുകൂടി നിങ്ങൾ കൈപ്പറ്റുന്ന എമൗണ്ട് തിരികെ അടയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. ഈ ഫോം നിങ്ങൾ സമർപ്പിക്കേണ്ടത് അതായത് തദ്ദേശ സെക്രട്ടറിക്കാണ് ഇത് സമർപ്പിക്കേണ്ടത്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇത് സമർപ്പിക്കാൻ പറ്റുന്നതല്ല. ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിത് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ അത് കൊടുക്കാവുന്നതാണ്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോം ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ സമർപ്പിക്കാം എന്നുള്ള വീഡിയോ അടുത്തതായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ത്രീ സുരക്ഷാ പദ്ധതി പെൻഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് ഉടനടി തന്നെ തരുന്നതായിരിക്കും. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ പ്രോസസ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.